ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഇന്നിപ്പോ നിത്യ ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നത് പോലെ നാളെ സ്വന്തം മകളുടെ കാര്യത്തിലും ശ്രമിക്കുവോ നിങ്ങള്? നിർത്ത്. രാമകൃഷ്ണേട്ടന്റെ മകളാണെന്നുള്ള ഒറ്റ പരിഗണന കൊണ്ട് ഇത്ര നേരം നിന്നോട് ഞാൻ ഒന്നും പറയാതിരുന്നത്. എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് എനിക്കൊന്നും പറഞ്ഞതാ. ആരാണ് എനിക്കിവിടെ കൂട്ടെന്ന് ഒന്ന് ചൂണ്ടിക്കാണിച്ചതാ. ആദി പറയുന്നത് നാളെ മേരി മിസ് ലീവ് ആയിരിക്കുന്നല്ലേ? ആയിരിക്കും. കല്യാണം നോക്കിക്കോ. എന്നാ ഞാൻ പറയണു മേരി മിസ് വരും. കഴിഞ്ഞ ക്ലാസ്സിലെ ആദ്യ നിർത്തി പൊരിച്ചതല്ലേ, അതേപോലെ പൊരിക്കുകയും ചെയ്യും. ഇല്ല ഇല്ല, നീ നോക്കിക്കോ. വരും 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 വരും. നീ നോക്കിക്കോ, നാളെ നിന്നെ ടീച്ചർ വന്നിട്ട് തല്ലും ചെയ്യും. ഇല്ല ഇല്ല ഇല്ല, വരും വരും വരും. നിക്ക്, ഞാൻ ബെറ്റ് വെക്കാം. നാളെ മേരി മിസ് വരില്ല. ബെറ്റൊന്നും വേണ്ട, നമുക്ക് ഈ തുളസിയില ഇട്ട് നോക്കാം. തുളസിയില ഇട്ട് അറിയാൻ പറ്റൂ? പിന്നെ തുളസിയിലേക്ക് ഭയങ്കര ശക്തിയുള്ളതല്ലേ. നമ്മളൊരു കാര്യം മനസ്സിൽ വിചാരിച്ച് തുളസിയില മുകളിലേക്ക് ഇട്ടാലേ തുളസിയില സത്യം കാണിച്ചു തരും. ദേ, ഈ പുറം വീണാലേ ആദ്യ പറഞ്ഞ പോലെ മേരി മിസ് വരില്ല. ഈ മറുപുറം വീണ മേരി മിസ് വരും. അന്നറിയാലോ, ഒന്നിട്ട്. ആ, ഞാനിടാം. ദൈവമേ, ഞാൻ ഇടാൻ പോവാണേ. ഇടട്ടെ? ഇട്. കണ്ടോ മോനെ, ഞാൻ പറഞ്ഞല്ലേ നാളെ മേരി മിസ് വരും ചെയ്യും, നിന്നെ ശരിയാക്കും ചെയ്യും. ഇല്ല ഇല്ല, അതൊന്നും സത്യമല്ല. ഇതൊക്കെ കള്ളത്തര കല്യാണി. വരും വരും വരും, മേരി മിസ് വരും. മേരി മിസ് വന്നിട്ടേ നിന്നെ നാളെ ശരിയാക്കും മോനെ. വരില്ല 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 വരില്ല. വരും 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 വരും. ഇല്ല, വരില്ല. വരും 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 വരും. ശരി, നമുക്ക് വരുമില്ലെന്നൊക്കെ നാളെ നോക്കാം. ഇപ്പിരുന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, ശരി. ജീവൻ.
കുറച്ചു ദിവസമായി ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കണമെന്ന് വിചാരിക്കുന്നു. ജീവൻ യഥാർത്ഥത്തിൽ നിങ്ങളുടെ മകനാണോ, അതോ എവിടുന്നെങ്കിലും നിങ്ങൾ ദത്തെടുത്തതാണോ? എനിക്ക് മനസ്സിലായില്ല. അല്ല, നിങ്ങളുടെ പ്രവർത്തികൾ കാണുമ്പോഴേ എനിക്ക് അങ്ങനെ തോന്നിപ്പോവുക. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ജീവൻ നിങ്ങളെ പ്രസവിച്ച നിങ്ങളുടെ മകനാണെങ്കിൽ നിങ്ങൾ ജീവന് വേണ്ടിയല്ലേ സംസാരിക്കേണ്ടത്? ജീവന്റെ കൂടെയല്ലേ നിൽക്കേണ്ടത്? നീ ഇതൊക്കെ അന്വേഷിക്കേണ്ട കാര്യം എന്താ? നിങ്ങളെ കുറിച്ച് എനിക്ക് അത്രയ്ക്ക് അറപ്പ് തോന്നിയതുകൊണ്ട്. സ്വന്തം മകന്റെ ഭാര്യയെ വേറൊരു പുരുഷന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കും ആരെങ്കിലും? ജീവനോടൊപ്പം ജീവിക്കാനാണ് താല്പര്യമെന്ന് നിത്യ പറഞ്ഞിട്ടും നിങ്ങൾ എന്തിനാ അവിടെ ഫോഴ്സ് ചെയ്യുന്നേ? ഹരിയുടെ സ്വത്ത് കണ്ടിട്ടാണോ? വീണ, അനാവശ്യമായി നീ എന്റെ കുടുംബകാര്യങ്ങളിൽ ഇടപെടാതെ പോവാൻ നോക്ക. ഇതിനുത്തരം കിട്ടാതെ ഞാൻ പോവില്ല. എന്റെ അച്ഛനും ഹരിയൊക്കെ നിങ്ങളെ കുറിച്ച് വാഴ്ത്തി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സുജാതയെ പോലൊരു അമ്മ ഇനി ലോകത്ത് മറ്റൊരിടത്ത് ഉണ്ടാവില്ലെന്ന്. നിത്യയും ശരവണനൊക്കെ അത് ആവർത്തിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അമ്മ എന്ന വാക്കിന് നിങ്ങൾ അർഹയല്ല. അതിനുള്ള ഒരു ഗുണവും നിങ്ങളുടെ പ്രവൃത്തിയിലില്ല. അല്ല, ഇന്നിപ്പോ നിത്യ ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നത് പോലെ നാളെ സ്വന്തം മകളുടെ കാര്യത്തിലും ശ്രമിക്കുവോ നിങ്ങള്? നിർത്ത്. രാമകൃഷ്ണേട്ടന്റെ മകളാണെന്നുള്ള ഒറ്റ പരിഗണന കൊണ്ടാ ഇത്രയും നേരം നിന്നോട് ഞാൻ ഒന്നും പറയാതിരുന്നത്.